എന്താണ് കഫക്കെട്ട്? എന്തുകൊണ്ടൊക്കെയാണ് ഈ കഫക്കെട്ട് വീണ്ടും വീണ്ടും വരുന്നത്? ഈ ബെഡ്ഷീറ്റ്, തലയണ കവറ്, തലയണയിലും കിടക്കയിലും ഒക്കെ പൊടി, അലർജൻസ്, ഡസ്റ്റ് മൈറ്റ്സ് ഇതൊക്കെ എന്താണ് നമ്മളുടെ ഈ ഒരു ബെഡ്ഷീറ്റിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഇവ നമ്മളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. റൂമിലൊക്കെ പൊടികളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിൽ ദോഷകരമായിട്ടുള്ള സംയുക്തങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ ശരീരത്തിനും ശ്വാസകോശത്തിനും എല്ലാം ഉപദ്രവകരമായിട്ടുള്ള കോമ്പോണൻസ് ആണ്. മരുന്ന് കഴിച്ചിട്ടും കഫക്കെട്ട് മാറുന്നില്ലേ? രാത്രി ആകുമ്പോഴേക്കും ചുമ വല്ലാണ്ട് കൂടുന്നുണ്ടോ? ഇതിൻ്റെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, അത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന കിടപ്പുമുറിയിലും നിങ്ങൾ പാചകം ചെയ്യുന്ന അടുക്കളയിലും വരെ ഇതിൻ്റെ കാരണങ്ങളുണ്ടാകും. ഇന്ന് നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് ഈ കഫക്കെട്ട് വീണ്ടും വീണ്ടും വരുന്നത്, നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു കഫക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നും അതുപോലെ തന്നെ നമുക്ക് ഒറ്റമൂലികൾ എന്തൊക്കെയാണ് ഉള്ളതെന്നും കൂടെ നോക്കാം. ഹായ്, ഐ എം ഡോക്ടർ അരുണിമ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. എന്താണ് കഫക്കെട്ട്? കഫം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവല്ല, അത് നമ്മുടെ ശ്വസനനാളത്തെയും ശ്വാസകോശത്തെയും നമ്മുടെ മൂക്കിനെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു മ്യൂക്കസ് ആണ്. പക്ഷെ എന്തെങ്കിലും ഒരു അലർജിക്ക് ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷം അല്ലെ പൊടി, പുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനെ കൂട്ടുന്നത്. അങ്ങനെയാണ് ഈ കഫം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു കഫം കട്ടിയായി നിൽക്കുകയോ അതോ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കഫക്കെട്ടും ചുമയൊക്കെ നന്നായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ ബെഡ്റൂമിൽ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമത്തെ തന്നെ നമ്മളുടെ ഈ ഒരു പൊടി പിടിച്ചിട്ടുള്ള ബെഡും തലയണയൊക്കെ. ഈ ബെഡ്ഷീറ്റ്, തലയണ കവറ്, തലയണയിലും കിടക്കയിലും ഒക്കെ നമ്മൾ കിടക്കുന്ന സമയത്തുള്ള ഡെഡ് സ്കിന്നും ഉണ്ടാകും. അതുപോലെ തന്നെ പൊടി, അലർജൻസ്, ഡസ്റ്റ് മൈറ്റ്സ് ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ബെഡ്ഷീറ്റിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഇവ നമ്മളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാകുമ്പോൾ അവിടെ വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കഫം വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് വീണ്ടും ശ്വാസമുട്ടലും ഉണ്ടാവുന്നുണ്ട്. സോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു ബെഡ്ഷീറ്റും തലയണ കവറും ചുടുവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. രണ്ടാമത്തതാണ് നമ്മൾ എയർ കണ്ടീഷണർ തെറ്റായ രീതിയിലുള്ള ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ AC ഡയറക്റ്റായിട്ട് ശരീരത്തിലേക്ക് അടിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ AC-ൻ്റെ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അതും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കുറഞ്ഞ താപനിലയിലൊക്കെ AC ഓൺ ആക്കിയിട്ട് കിടക്കുകയാണെങ്കിലൊക്കെ നമ്മളുടെ ആ റൂം വീണ്ടും ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. ഈ പൊടികളും ഒന്നും കൂടെ കൂടുതൽ അവിടെ അങ്ങനെ ഒന്നാകെ പരതുമ്പോൾ അത് വീണ്ടും നമ്മുടെ ശ്വസനനാളത്തിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കയറുമ്പോൾ വീണ്ടും അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാവാനും അവിടെ വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും അങ്ങനെ വീണ്ടും ഈ ഒരു കഫം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ AC ഓൺ ആക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ശരീരത്തിലേക്ക് അടിക്കാത്ത രീതിയിൽ ഓൺ ആക്കുക അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഒരു 24 to 27 ആ ഒരു ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ കൂടി AC ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതാണ് നമ്മൾ ഈ ജനലുകളൊന്നും ഒരിക്കലും തുറക്കാതിരിക്കുമ്പോൾ. അതായത് നമ്മളിപ്പോൾ വർക്കേഴ്സൊക്കെ ആകുമ്പോൾ രാവിലെ പോകുന്നു, രാത്രി വരുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ജനലുകളൊന്നും തുറന്ന് ഇടാതിരിക്കുമ്പോൾ ഈ നമ്മളുടെ റൂമിലൊരു എയർ സർക്കുലേഷൻ നടക്കുന്നില്ല. ശരിയായ രീതിയിലുള്ള നല്ല ശുദ്ധമായിട്ടുള്ള ഒരു വായു സഞ്ചാരം ഒന്നും നടക്കാതെ വരുമ്പോൾ ഓൾറെഡി ഉള്ള അലർജൻസും പൊടികളും ഒക്കെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തന്നെ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുകയും വീണ്ടും കഫക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നാലാമത്തതാണ് നമ്മളുടെ ഈ ഒരു റൂം ഫ്രഷ്നർ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മുടെ റൂം ഫ്രഷ്നർ, അതുപോലെ തന്നെ സുഗന്ധ മെഴുകുതിരികൾ, അഗർബത്തികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശ്വാസകോശത്തെയും ശ്വസനനാളത്തെയൊക്കെ പ്രകോപിപ്പിച്ചിട്ട് വീണ്ടും ചുമയും ഈ ഒരു കഫക്കെട്ടൊക്കെ ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബെഡ്റൂമിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാതെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. റൂമിലൊക്കെ പൊടികളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഒന്നാമത്തതാണെങ്കിൽ അവിടുത്തെ പുക.
അതായത് മരത്തിൻ്റെ അടുപ്പാണെങ്കിലോ അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഇല്ലാത്ത അടുക്കളയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പുകയാണ് നന്നായിട്ട് ശ്വസിക്കുന്നത്. ഇത് നമ്മളുടെ ശ്വസന നാളത്തിലേക്കും അതുപോലെ തന്നെ ലങ്സിലൊക്കെ എത്തുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും ഈ കഫം വീണ്ടും വീണ്ടും ഉണ്ടാവാനും കഫക്കെട്ട് ഉണ്ടാവാനും ഒക്കെ കാരണമാകുന്നുണ്ട്. രണ്ടാമത്തതാണ് റിപ്പീറ്റഡ്ലി ഹീറ്റഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുമ്പോൾ. അതായത് നമ്മൾ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിൽ ദോഷകരമായിട്ടുള്ള സംയുക്തങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ ശരീരത്തിനും ശ്വാസകോശത്തിനും എല്ലാം ഉപദ്രവകരമായിട്ടുള്ള കോമ്പോണൻസ് ആണ്. മൂന്നാമത്തതാണ് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. അതായത് പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ നന്നായി കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുന്നത് ഈ കഫം കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. നാലാമത്തതാണ് തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ. ഐസ്ക്രീം അല്ലെങ്കിൽ തണുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ വീണ്ടും ഈ ഒരു കഫം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ടായിട്ടുള്ള കഫം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തതാണ് ചുടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്. ആ ഒരു ഫോം ചെയ്തിട്ടുള്ള ഒരു കഫത്തിനെ ഒന്ന് അലിയിക്കാനും ഒന്ന് ദ്രവീകരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ചുടുവെള്ളം കുടിക്കുന്നത്. രണ്ടാമത്തതാണ് സ്റ്റീം ഇൻഹലേഷൻ, അതായത് ആവി പിടിക്കുന്നത്. ആവി പിടിക്കുമ്പോൾ ഒരു 5 to 10 മിനിറ്റ് ദിവസവും ആവി പിടിക്കുന്നത് നമുക്ക് ഓൾറെഡി ഫോം ചെയ്തിട്ടുള്ള കഫം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. മൂന്നാമത്തതാണ് നമുക്ക് ഉപ്പുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നത്. അത് നമ്മളുടെ ഒരു നീർക്കെട്ട്, തൊണ്ടയിലൊക്കെയുള്ള ഒരു നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. നാലാമത് നമുക്ക് ചെയ്യാവുന്നതാണ് കിടക്കുമ്പോൾ മറിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം നടക്കുക. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിനൊന്ന് ശ്വാസം നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ നമ്മളുടെ ആ ഒരു കഫക്കെട്ടുള്ളതൊക്കെ നമ്മൾക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാവുന്ന കുറച്ച് ഒറ്റമൂലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ഇഞ്ചി. ഇഞ്ചിയിൽ ജിഞ്ചറോൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഒരു ആക്ഷന് അതൊന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു കഫക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. രണ്ടാമത്തതാണ് തുളസി. തുളസി നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ളൊരു ഏജൻറ്റാണ്. അത് നമ്മളുടെ ഒരു ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് മഞ്ഞൾ, കുർക്കുമിൻ. ഈ കുർക്കുമിനിൽ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഒരു കഫക്കെട്ട് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നാലാമത്തതാണ് കുരുമുളക്. കുരുമുളകാണെങ്കിൽ കുറച്ചെടുത്തിട്ട് ചുടുവെള്ളത്തിലൊക്കെ മിക്സാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ശ്വാസമുട്ടൽ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അടുത്തതാണ് തേന്. തേന് നമ്മൾക്ക് രാത്രിയിൽ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഒന്നാമത് കിടക്കുമ്പോൾ തല കുറച്ചൊന്ന് ഉയർത്തി വെച്ച് വേണം കിടക്കാൻ. രണ്ടാമത് AC ഡയറക്റ്റായിട്ട് അടിക്കുന്ന രീതിയിൽ കിടക്കാതിരിക്കുക. മൂന്നാമത് കിടക്കുന്നതിൻ്റെ മുന്നേ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. നാലാമത്തത് കിടക്കുന്നതിൻ്റെ മുന്നേ പുകവലി ഒഴിവാക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശ്വാസമുട്ടലുണ്ട്, അതായത് 3 ആഴ്ചയിൽ കൂടുതൽ ചുമ നിൽക്കുന്നുണ്ട്, കടുത്ത പനിയുണ്ട്, ശ്വാസതടസ്സമുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ റെമഡീസ് എടുത്തിട്ട് നിൽക്കാതെ ഒരു ഡോക്ടറുടെ സഹായം തേടണം. കഫക്കെട്ട് മാറാൻ മരുന്ന് മാത്രമല്ല അതിനൊരു പരിഹാരം. മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അത് ഏതൊക്കെയാണോ, ഒന്ന് നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കുക, അതായത് വീടും പരിസരവും അതുപോലെ തന്നെ ബെഡ്റൂം ഒക്കെ പൊടിരഹിതമാക്കി വെക്കുക. ഈ സ്മോക്കിങ് ഉള്ളവരാണെങ്കിൽ അത് പാടെ നിർത്തുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുടുവെള്ളം കുടിക്കുക. കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു കഫക്കെട്ടിന് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.